സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ്. ഇറ്റ്സ് എ വെരി ഫൺ റൈഡ്, സ്പെഷ്യലി കുറച്ച് ചിരിക്കാനുണ്ട്. ഫൺ മൂവിയാണ്. ജീവിതത്തിൽ കാണുന്ന ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇപ്പോഴത്തെ ജനറേഷന് പ്രത്യേകിച്ചും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് എന്നും മനസ്സിലാവും. നല്ല കുറച്ച് ഒരു മെസ്സേജും ഉണ്ട് ഇതിനകത്ത്. നല്ലായിരുന്നു, എന്റർടൈനർ ആയിരുന്നു. ഫൺ മൂവിയാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ. ഇറ്റ് വാസ് റിയലി നൈസ്. ഞാൻ്റെ എല്ലാവരും കാസ്റ്റിംഗ് ഓൾസോ ഇറ്റ് വാസ് നൈസ്. ഷാരടിയും എല്ലാവരും ഒക്കെ നല്ലതായിരുന്നു. സിനിമയിലെ ഹിന്ദിക്കാരിയായിട്ട് അഭിനയിച്ച കുട്ടിയാണ്, പക്ഷെ ഞാൻ മലയാളിയാണ്. എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. ആക്ച്വലി ഒരു ഫൺ പടമാണ്. എൻ്റെ പേര് മായ. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇറ്റ്സ് എ വെരി ഫൺ റൈഡ്, സ്പെഷ്യലി കുറച്ച് ചിരിക്കാനുണ്ട്. ഇപ്പോൾ അജു ചേട്ടൻ്റെയും ഷാരടി ചേട്ടൻ്റെയും കോംബോ ആയാലും അതുപോലെ തന്നെ ജീവയുടെയും ദിവ്യയുടെയും കോംബോ ആയാലും അടിപൊളി. പിന്നെ ധ്യാനെ പറ്റി പറയണ്ടല്ലോ. സോ എല്ലാവരും കാണും. സ്ക്രീനിൽ കാണുമ്പോൾ കറക്റ്റ് ഹിന്ദിക്കാരെ പോലെ തോന്നിയത്. അതാണ് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് കാരണം ആളെ കണ്ടപ്പോൾ മനസ്സിലായില്ല, പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ പറഞ്ഞ പോലെ ഒരു ഫൺ റൈഡ് ആണ്. ബാച്ചിലേഴ്സിന്റെ ഒക്കെ ഒരു ലൈഫിന്റെ ചെറിയൊരു സ്ലൈസ് ആണ്. അങ്ങനെ എല്ലാവരും സിനിമ കാണും. ഇപ്പൊ കുറച്ച് രസമുണ്ട്. ഇതെനിക്ക് അറിയാറുണ്ട്, അതുകൊണ്ടാണ് പ്രമോഷൻ അധികം ഒന്നും പറയാൻ. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ബംഗാളി പോലീസുകാരി എല്ലാം കണ്ടോ? അപ്പം എല്ലാവരോടും പറയണം, ഒന്ന് കാണാൻ പറയണം. ചെറിയ നമ്മൾ പറഞ്ഞില്ലേ കുഞ്ഞു സിനിമയല്ലേ, അങ്ങനൊന്നും പറയാത്തെ. കാസ്റ്റിംഗ് ധ്യാൻ ചേട്ടൻ്റെ ഐഡിയ ആണ്. അതെ അതെ ബേബി ബേബി ഇറങ്ങട്ടെ. അപ്പൊ കാണണം കേട്ടോ. മാക്സിമം ഇത് കാണുന്ന എല്ലാവരും പിന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന് ആപ് കേസ് എന്ന് പറഞ്ഞ കുഞ്ഞു സിനിമ കാണുക. ഞങ്ങളെ പോലെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളെ സീൻസ് നന്നായിട്ട് ഒത്തിട്ടുണ്ട്. ശേഷം സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ്. സൂപ്പർ. നമസ്കാരം. എന്തോ എവിടേക്കോ ചിരി കിട്ടിയപ്പോ എനിക്കും സന്തോഷമായി. അല്ല, നമ്മളൊരു വലിയ ഓഡിയൻസിന്റെ ഇടയിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷമാകുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തോ കേട്ടില്ല. എങ്ങനെയുണ്ട് ചേച്ചിയുടെ സ്ക്രിപ്റ്റ്? നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പോലീസുകാരി മായയെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നില്ല, കാണിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് സർപ്രൈസ് ആയിരുന്നു. എല്ലാരും പടം പോയി കാണാം. ബിക്കോസ് ഇതൊരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അപ്പൊ നമുക്ക് കഥ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്, ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോ എല്ലാരും ആ കഥ എന്താണെന്ന് അറിയാൻ വന്ന് കാണാൻ തിയേറ്ററിൽ. ധ്യാൻ ചേട്ടൻ്റെ അടിപൊളി സ്ക്രിപ്റ്റാണ്. പ്ലീസ് ടു കം ആൻഡ് വാച്ച്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നല്ല പടം, നല്ല പടം. കോമഡിയാണ്. ഇഷ്ടപ്പെട്ടു. ചിപ്പി ചേച്ചി വന്നിട്ട് എവിടെയോ ഉണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. മിസ്സായി. ഞാൻ കൊച്ചിനെ കൈ പിടിച്ചാണ് കാരണം മിസ്സായില്ല. ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചിരിച്ചില്ലേ? ആ, അത്ര തന്നെ. കോമഡിയാണ്. അടിപൊളിയല്ലേ? ധ്യാൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൂടി വരാനുണ്ട്. ഇല്ല, എല്ലാം കൊള്ളാം. കണ്ടിരിക്കാം. ചെറിയ പരിപാടി. അതെ ചെറിയ പരിപാടി. കൊള്ളാം, അടിപൊളിയാട്ടെ. നിങ്ങളൊക്കെ കേട്ടില്ലേ? ശരി. നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ടിരുന്ന് കാണാം. നല്ല റൈറ്റിംഗ് ആണ്, നല്ല മേക്കിംഗ് ആണ്. അതുപോലെ തന്നെ ശ്രീനിവാസൻ ചേട്ടനെ കുറേ നാളുകൾക്ക് ശേഷം നമുക്കൊന്ന് കാണാൻ പറ്റി. ആ എൻട്രി തൊട്ട് എല്ലാം ഗംഭീരമായിരുന്നു. എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഫ്രണ്ടാണ് ഡാർവിൻ സാറ്. ഓക്കെ, നല്ല പടം. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ പടം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഫൈനൽ ഔട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. സെക്കൻഡ് ഹാഫ് ഈസ് ഡെഫിനറ്റ്ലി എൻഗേജിങ്. പ്ലീസ് ഗോ ആൻഡ് വാച്ച് എ ഷോർട്ട് ഫിലിം. കുഞ്ഞു പടമാണ്, പക്ഷേ നല്ല ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ. ധ്യാൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആണല്ലോ, അപ്പം നല്ലൊരു ത്രെഡായിരുന്നു. പുള്ളി നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. എവരിവൺ ഹാസ് ഗിവൺ ദർ 100%. അപ്പം ഞങ്ങൾ ആസ് എ പ്രൊഡ്യൂസർ ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ക്രൂ. അവർ തന്ന പ്രോഡക്റ്റ് അതിനകത്ത് ഫൈനൽ ഔട്ട് കണ്ടപ്പോഴത്തേക്ക് മനസ്സിനുള്ളിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ദിവ്യൻ ചേട്ടൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മലയാളത്തിലെ ഫസ്റ്റ് നല്ലൊരു ഇൻട്രൊഡക്ഷനാണ്. പുള്ളി നല്ല കാലിബർ ഉള്ളൊരു ആക്ടറാണ്. ഇനിയും ഒരു മുകേഷ് ചേട്ടൻ ആവട്ടെ എന്ന് ഞാൻ ദിവ്യൻ ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
അതെ, ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ മുടിയൊക്കെ വെച്ചിട്ട്. പക്ഷേ അത് എല്ലാവരും പോയി കാണുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ജെന്യുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. ചേട്ടൻ്റെ സ്ക്രിപ്റ്റില് സാറ് പ്രൊഡ്യൂസ് ചെയ്ത പടം ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ പടം കണ്ടല്ലോ, ഇപ്പൊ എല്ലാ മീഡിയക്കാരും ഇരുന്ന് കണ്ട പടം, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് പറയാം ചിരിക്കാനുണ്ട് പടം അല്ലേ? അടിപൊളിയായിരിക്കും. ഇനി തിയേറ്ററുകളിലൊക്കെ എല്ലാ ദിവസവും ഓടും. എൻ്റെ ഭാര്യയാണിത്. ലാഗിങ് ഒന്നുമില്ല, മുഴുനീളം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി ടീം തന്നെ ഇതിനകത്തുണ്ടല്ലോ, അവരെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദിവ്യദർശനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം ഒരു മുകേഷിൻ്റെ അനന്തരവൻ, ആ ഒരു മുകേഷിൻ്റെ ഒരു ഫീല് നമുക്ക് ഇനി ജനറേഷനിൽ ദിവ്യദർശനിലൂടെ കാണാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രകടനമായിരുന്നു ഇതിനകത്ത്. പിന്നെ അതുപോലെ എല്ലാവരും തുല്യമായി അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നല്ലോണം അഭിനയ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ. ദിവ്യദർശൻ ഫസ്റ്റാണ് നമ്മൾ ഇത്രയും ഒരു പ്രകടനം കാണുന്നത്. എല്ലാവരും ആ സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു നോർമൽ ഫീല് നമുക്കൊരു ജീവിതത്തിൽ കാണുന്ന ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇപ്പോഴത്തെ ജനറേഷന് പ്രത്യേകിച്ചും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. കുറച്ച് പഴയ ജനറേഷൻ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ന്യൂ ജനറേഷന് അവർക്ക് നന്നായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് എന്ന് മനസ്സിലാവും. കുറച്ച് ഒരു മെസ്സേജും ഉണ്ട് ഇതിനകത്ത്. സന്തോഷം. നമ്മൾ കുറച്ച് ഒരു 2 വർഷം മുകളിലായി ഷൂട്ടിങ് കഴിഞ്ഞിട്ടേ, അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ മിക്സിങ്ങും CG വർക്കൊക്കെ കുറച്ച് ഡിലേ ഒക്കെ ആയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാനം ക്ലൈമാക്സ് ഏരിയയൊക്കെ ആൾക്കാർ ചിരിക്കുന്നുണ്ടപ്പോൾ പിന്നെ ശ്രീനി സാറിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതും ശ്രീനി സാറിനെ കണ്ട് എല്ലാവർക്കും കയ്യൊക്കെ അടിക്കുന്നുണ്ടപ്പോൾ ഭയങ്കര സന്തോഷം മൊത്തത്തിൽ.